ആരു നീ ഭദ്രേ സാമസുകന്യെ ആശിപ്പതെന്തെന്ന് ചൊല്ലു അല്ലാ ആരപ്പതെന്തെന്ന് ചൊല്ലു അല്ലോ ആരു നീ ഭദ്രേ സാമസുകന്യ. അപ്പം പുതിയാപ്പളമാർക്ക് ഇല്ലാത്ത ഒരുക്കാണ് പുതിയാപ്പളുടെ ഒപ്പം സൈഡിൽ കൂടെ ബ്ലറായിട്ട് നടന്നു പോകണം ബെൽക്കൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിത് കാണികൾ ഉറ്റു നോക്കണം ഇതിലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോലം കെട്ടി കിടക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണോ? ആരെ കാണിക്കാനാണോ? ഞങ്ങളുടെ റൊണാൾഡോ ഒരു സുഹൃത്തായിട്ടെങ്കിലും കാണണോ? ഞങ്ങളുടെ നേതാവിനൊരു സുഹൃത്തായിട്ടെങ്കിലും കാണണോ? അപ്പം ബഹുമാനപ്പെട്ട ബാസിൽ അവർകളെ നമ്മൾ വന്നപ്പോ തന്നെ ഇവിടെ പടായി കിടക്കണ്ടോ? ഫുൾ സെറ്റ് പറയാം. മനുഷ്യനെ കോറെ പരിപാടി ഫുള്ള് തീർത്തിട്ട് കല്യാണത്തിനും വേണ്ടി ഫുള്ള് ഞാൻ ഗ്യാപ്പ് എടുത്ത് പരിപാടി ഒന്നും എടുക്കാതെ കല്യാണത്തിനും വേണ്ടി മാത്രം നിൽക്കാം. ഇന്ന് മുതൽ എന്റെ ആൾത്തറ പൂരം അതൊന്നും എടുക്കലടാ എന്റെ പേജിക്ക്. അത് കുഴപ്പമില്ല. ഇന്ന് മുതൽ ഇവിടെ ആൽത്തറ പൂരം. അപ്പൊ നമ്മളെ ആൽത്തറ പൂരത്തിന്റെ നമ്മളെ പടനായകൻ ഇവിടെ കുട്ടാ പാട്ടൊന്ന് സൗണ്ട് എടുക്കോ? ഇതാ നമ്മളെ പടനായകൻ അസറു ഇതെവിടാ താടി സ്റ്റൈൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫേസിലൊരു ചെറിയ ഗ്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റൊക്കെ മൂന്നമ്മന്ന് റിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ട് വെളിച്ചം പോകുന്നുണ്ട്. ഐ ഗ്ലോസ്കി ബ്രോ ഗ്ലോ ആയിക്കിട്ടോ. ചെറിയ ബ്ലഷിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കാക്കെ കൗത്തിന് ശരിക്കും വെച്ചോളി. നാളെ മുതൽ കൗത്തിന് വെക്കാൻ ആൾക്കാരുണ്ടാവും. ആരു നീ ഭദ്രേ സാമസുകന്യ. നിങ്ങളെന്ത് ലേറ്റ് ആയത്? അല്ല എന്റെ പരിപാടി തന്നെയല്ലേ? എനക്ക് അതിന്റെ ഒരു ബോധമല്ലേ? എപ്പോഴാണ് ഇവിടെ എത്തിയേ? അനക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇങ്ങോട്ടില്ല വരവ് ഇന്നാക്കിയത്. അല്ലെങ്കിൽ 2 ദിവസം മുന്നാക്കിയേനി. ബാസിൽ എന്നോട് പറഞ്ഞേ അനക്ക് എന്തായാലും ഇന്ന് വെട്ടണേ. അപ്പളെ നമ്മളൊക്കെ എപ്പോഴും വെട്ടില്ല. പരിപാടിന്റെ തലേന്ന് പോയി മൂട്ടിൽ പോയി വെട്ടുമ്പോളെ ആ ഫിനിഷിങ് കിട്ടും. നമ്മളെ ഏട്ടനാ നമ്മളെ ഫുള്ള് നിലമ്പൂരുകാരനാണ്, വല്ലപ്പോയക്കാരനാണ്. ഫുൾ നമ്മളെ താടി മീശയൊക്കെ സെറ്റപ്പ് ആക്കി തന്ന മൂപ്പരാട്ടോ. പേര് ഉണ്ണി പ്രജീഷ് ചേട്ടൻ അഥവാ ഉണ്ണിച്ചേട്ടനാണ് നമ്മളെ ഫുൾ പരിപാടികൾ എടുത്തത് കേട്ടോ. അപ്പൊ അസറുവിന്റെ താടിയും സെറ്റായിട്ട് വരണം കേട്ടോ. നാളെ പുതിയാപ്പിള ഇറങ്ങാനുള്ളതാണ്. ചില്ലറ പരിപാടിയാന്ന് കരുതി ഇനി ഇറങ്ങാൻ പറ്റൂല. ഒറ്റ പരിപാടി ഉണ്ടാവുള്ളൂ ലൈഫിൽ. അതാ ഉള്ള ഗ്രാൻഡ് ആവണം. കാണിച്ചു കൊടുക്കുക. അങ്ങോട്ട് ഇന്നല്ല ഞാനല്ല പുതിയാപ്പിളനെ കാണിക്കൂ. ഈ താടിയിൽ ഞാൻ ഇന്നൊരു താജ്മഹൽ പണിയിക്കും. നിന്നെ ഞാനിന്ന് സുന്ദരനാക്കി തരാം. സുന്ദരാ മൂപ്പരിങ്ങനെ കരുതുണ്ടാവും. ഇന്നെ വെട്ടിയപ്പോ എന്ത് പാവേന് ഞാൻ. ക്യാമറയും കുന്തപ്ലേറ്റും കയ്യിൽ കിട്ടിയപ്പോൾ ചെങ്ങായിയൊക്കെ ഫുള്ള് പടായി. വേറെ ആളായാലോ എന്നൊക്കെ. പക്ഷെ ഗ്ലോ ഉണ്ട് കേട്ടോ സാറോ. ഗ്ലോ ഉണ്ട് പറയാതെ വയ്യ. ഏതാ പോന്റെ അവിടുന്നുള്ള ആക്ഷൻ ഉണ്ടല്ലേ? ആരടാ ജി? മറ്റേ തായ്ലൻഡ് സ്പാല് കയറിയ പോലെ. ബാസിൽ അന്ന് തായ്ലൻഡിൽ നിന്ന് സ്പാല് കയറിയപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടോ? ഫുള്ള് കാര്യങ്ങളും പരിപാടികളൊക്കെ ഇങ്ങനത്തെ റൂം അങ്ങനെ അതിന് സംഭവങ്ങളൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നത്. ഇതേപോലെ അന്ന് ബാസിൽ കിടന്നിരുന്നത്. മൊറോക്കൻ ബാത്തോ എന്തൊക്കെയാണ് ബാസിൽ അന്ന് ചെയ്തിരുന്നത് കേട്ടോ തായ്ലൻഡിൽ നിന്ന്. ഇല്ല അയ്യോ ക്ഷമിക്കണേ. അയ്യോ ഇല്ലേ അയ്യോ ഇല്ല അയ്യോ. അല്ല ഇഫ്രൊക്കെ എങ്ങോട്ടാ പോവാനുള്ളത്? ഫുള്ള് കഴിഞ്ഞോ? ഇനി ഒന്നും എടുക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. റിങ്ങോ ഇന്നലെ വാങ്ങാൻ വന്ന് ഒരു ലൊക്കേഷൻ കാണിച്ചു പോയി. ജ്വല്ലറിന്റെ അവിടെ എത്തിയപ്പോ 11 മണി. ജ്വല്ലറി ഇല്ല അവിടെ. ജ്വല്ലറി ഇല്ല ലൊക്കേഷനിൽ. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനിൽ ജ്വല്ലറി കാണുന്നുണ്ട്. അപ്പൊ എന്തേ എന്നിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്ന നിന്ന് എടുക്കാറുണ്ട്. ഇന്നാണെങ്കിൽ നമ്മള് ബ്ലോക്കിൽ കുടുങ്ങി 1.5 മണിക്കൂർ. അത് പോവാ. നിലമ്പൂർ നോക്കാം ബാസിലെ. അല്ല നിങ്ങളിപ്പോ ഇറങ്ങിക്കോ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിക്കോ. ഫോട്ടോസ് എങ്ങനെ അർഷുവിനെ കൊണ്ടേക്കോ. അർഷുവിന്റെ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. എന്തേ? അത് കുഴപ്പമില്ല. ജിമ്മ് പോരി. ഓഫീസ് കാനും കൂട്ടി പോയിക്കോളി. അല്ലേ മോഫ്സ് കാർഡ് കടന്നു തുടങ്ങിക്കോളി. എന്നാ കൊണ്ടുപോയിക്കോളി മോഫ്സ് ഖാനെ. വർക്കൗട്ടിന്റെ ട്രൗസറും ഇതൊക്കെ കൊടുത്തോളി. ഒക്കെ XXL ആണ്. ഓക്കെ സെറ്റാവും. പുതിയ പള്ള ഒരുങ്ങുകയായി. അല്ല പുതിയ പള്ള ഒരുങ്ങുകയായി. പറഞ്ഞേ
നമ്മളെ അസറുവിന്റെ ആദ്യത്തെ കല്യാണാണ് നമ്മള് ഇന്ന് നടക്കാൻ പോണത്. അല്ല ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഷവർമ്മ വാങ്ങണ പോലെ ഗോൾഡ് റിംഗ് വാങ്ങാൻ പോണല്ലേ കാണണം കേട്ടോ. അവിടെ പീടിയല്ല അടീന്ന് എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ടെന്നുള്ളതാണ്. എന്താ അറിയോ, ഗോൾഡിന്റെ റിംഗ് അടീന്ന് എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ടിരും, ഫോട്ടോസ് ഇട്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എന്റെ വാട്സപ്പ് അയച്ചുതരാം. അല്ല ഞാൻ അത്ര ഡീറ്റെയിൽ കിട്ടിയാൽ മതിയോ? ഏത് ബ്രാൻഡാന്നൊക്കെ ഫുൾ ഉണ്ട്. ഏത് ഡിസൈൻ ഡയമണ്ടിന്റെ അതെന്റെ വക ഗേൾഫ്രണ്ടിന് ആ മുഖം കാണിക്കും. 55 റുപ്പീസ് സിഗമൊക്കെ മാറി ഇനി മുതൽ പൂക്കാണ്, ഇനി മുതൽ അങ്ങോട്ട് പൂക്കാണ്, ഇനി മുതൽ എല്ലായിടത്തും പൂക്കാണ്, പെണ്ണുങ്ങളുണ്ട് കൂടെ. അപ്പം അസറുവിന്റെ വക ഇന്ന് പെണ്ണുങ്ങൾക്ക് എന്ത് ഒരു ഡയമണ്ടിന്റെ അസറു ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ പെണ്ണുങ്ങൾ ഇങ്ങനെ കൈ ഇടുമ്പോ നാളെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇഞ്ച പെണ്ണുങ്ങളെ നമ്മളൊക്കെ എന്താ തന്ത കൈയാണ്. അപ്പം ഇതിന് കറക്റ്റ് മാച്ചിങ് എനിക്ക് അർഷുവിന്റെ ചെറിയല്ല, ആ ചെറിയലിന് കറക്റ്റ് ആക്കി കണ്ടിട്ട് റിംഗ് വാങ്ങാൻ പറഞ്ഞു. അത് ഓക്കല്ലേ? ഓക്കെ. അർഷുവിന്റെ ചെറിയലിൽ പറഞ്ഞത് ഓൾഡ് നടുവേരലിന് കറക്റ്റ് കാരണം ബസ്സിൽ വീണോ? അത് കളയാൻ ഇത് ഫുള്ള് മാന്തി പറിച്ച കളയൂലേ? എന്ത് പൊളിച്ചടിച്ച് ഇവിടെ പച്ചുമ്പളിയും പാളം ഉണ്ടാക്കണേ? അത് കുറച്ചു നേരം കൂടി ഇറങ്ങും വെളുക്കട്ടെ ഫുള്ള്. ബാസിലേ പുതിയാപ്പള പോലും കല്യാണ തലേന്ന് ഫേഷ്യൽ ചെയ്തിട്ടില്ല കേട്ടോ. ബാസിൽ പറഞ്ഞു എനിക്ക് എന്തായാലും ഫേഷ്യൽ വേണം. കൊല്ലം ഭാഗത്തൊക്കെ കുറെ ഫാൻസ് കാര്യങ്ങൾ ഉള്ളതാണ്. നമ്മളവിടെ ആദ്യമായിട്ട് കൊല്ലത്തെ നമ്മള് കല്യാണത്തിന് കൂടാൻ പോവാണ്. അപ്പൊ കൊല്ലം ഏരിയയിലെ ഫാൻസിനെ കാണാൻ വേണ്ടിട്ട് നാളെ ബാസിലിക്ക രാവിലെ പെലച്ചൊക്കെ നമ്മളെ ബാസിലിക്ക കൊല്ലം ഏരിയയിൽ എത്തുട്ടോ സുഹൃത്തുക്കളെ. നാളെ പൊള്ളിക്കും കൊല്ലത്ത്. നാളെ പൊളിയോ പൊളി. എന്ത് ആരോട് പറഞ്ഞ സമയത്തിലേറെ അധികരിച്ചിട്ട് ഇതാ നമ്മളെ സനീഷ് ചേട്ടനെ കാണിച്ചെന്നാ ബാ. അപ്പൊ സനീഷ് ചേട്ടനാണ് നമ്മളെ ഫുള്ള് അസറുവിന് ഒരുക്കണം കേട്ടോ. നമ്മളെല്ലാ പുതിയാപ്പളമാരെയും അച്ചു ജിമ്മി തുടങ്ങി നമ്മളെല്ലാ അർഷു തുടങ്ങി എല്ലാ പുതിയാപ്പളമാരെയും ഇത്രയും കാലം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഒരുക്കിയത് നമ്മളെ ആർട്ടിസ്റ്റിലെ സനീഷ് ചേട്ടനാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ ഏറ്റവും പുതിയ ഗ്രൂമിനെ അതായത് അസറുവിനെ ഒരുക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സനീഷ് ചേട്ടനാണ്. അപ്പൊ വെറൈറ്റി പിടിക്കണം, അടിപൊളിയായിട്ട് ഒരുക്കി തരണം, വെറൈറ്റി പിടിക്കണം, എന്തായാലും അടിപൊളിയാക്കണം. അപ്പൊ ഇന്ന് നാളത്തെ പരിപാടിക്കില്ല, നമ്മൾ 16-ന്റെ പരിപാടിക്കാണ് സനീഷ് ചേട്ടൻ വരുന്നത്. വേറൊരു സന്തോഷത്തോടെ നമ്മള് ഇപ്പോ ഇവിടെ ഗുരുവായൂരും പെരിന്തൽമണ്ണയല്ലേ ഷോപ്പുള്ളൂ. പുതിയ ഷോപ്പ് കുന്നംകുളത്ത് സ്റ്റാർട്ട് ചെയ്യാം. കുന്നംകുളം. അപ്പൊ സനീഷ് ചേട്ടന്റെ ആർട്ടിസ്റ്റ് തന്നെ. അപ്പൊ സനീഷ് ചേട്ടന്റെ ആർട്ടിസ്റ്റ് ഇതാ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പെരിന്തൽമണ്ണ, പിന്നെ നമ്മളെ ഗുരുവായൂർ, അല്ല ആദ്യം ഗുരുവായൂര്, പിന്നെ പെരിന്തൽമണ്ണ. ഇപ്പൊ നമ്മുടെ കുന്നംകുളത്തും ഒരു പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ഇത് മാത്രല്ല, പാർലർ മാത്രമല്ല, യൂണിസെക്സ് സലൂണാണ്. പക്ഷേ അക്കാദമി കൂടി ഉണ്ട്. അക്കാദമി കൂടി ലൈക്ക് ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, എല്ലാം ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ എല്ലാം അടിപൊളിയാവട്ടെ, ഫുൾ ഉഷാറാവട്ടെ. അപ്പൊ സനീഷ് ചേട്ടൻ സപ്പോർട്ട് വേണം. നമുക്ക് അടുത്ത പരിപാടിക്ക് അന്ന് പൊളിക്കണം, ഉറപ്പായിട്ട് സപ്പോർട്ട് ഉണ്ടാവും. ആയിക്കോട്ടെ, ഉറപ്പ്. ചേട്ടാ ഇനി വേറെ ഏതെങ്കിലും പാക്ക് ഉണ്ടോ? നിജാം പാക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പാക്ക് കൂടി ഇട്ടടിക്കാണ്. അസറോ D10 പാക്ക് കഴിഞ്ഞു, ഇനി ബാസിലിന്റെ പാക്ക് ഒരു നിജാം പാക്ക്. അസറോടെ അമ്മേ മുമ്പേ കാട്ടാൻ ഞാൻ നന്നായിട്ടോ. അതിന്റെ ഒപ്പമുള്ളൊരു ചങ്ങായിനെ കണ്ട അസറോടെ അവിടെയാണോ? ഓക്കെ ഓക്കെ. ആരുനിഭദ്രേ സാമസുഗന്യെ ആശിപ്പതെന്തെന്ന് ചൊല്ല് അല്ലാ. അപ്പൊ ഇതാ പുതുനാരിക്ക് വിളിക്കാള്. ആ ചിറിയിലുണ്ട്. പുതുനാരിനോട് സംസാരിച്ച ആ ഒരു പുതുനാരിനോട് സംസാരിച്ച ആ ഒരു ബ്ലഷിംഗ് ആണ് നമ്മളിപ്പോ അസറുവിന്റെ ആ ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും അസറുവിന്റെ ഫേസിൽ. സീൻ ഗ്ലോ ആണ്. അപ്പൊ ആസ്ട്രാ മെഡിക്കൽ നമ്മളെ ഇർഫാനത്തെ അസറുവിന് ഈ ഒരു കോലത്തിലേക്ക് ഗ്ലോയിലേക്ക് കൊണ്ടുവന്നത് നമ്മളെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഫുള്ള് മുഖം മിനുക്കി വൃത്തിയാക്കി സെറാമിക് കോട്ടിങ്ങും ഗ്രഫീൻ കോട്ടിങ്ങും ബൊറോഫിൻ കോട്ടിങ്ങും കഴിഞ്ഞ് PPF ഒട്ടിക്കാൻ പോവാണ്. നമ്മളിന്ന് പരിപാടികള് കസർത്താൻ പോവാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണെന്നാ നിങ്ങള് പോയിക്കോ. അല്ല ഞമ്മക്ക് കുറച്ച് പരിപാടി ഇല്ല തീർക്കാനേ. ഒന്നാമത് നിങ്ങള് നേരെ എത്തും, ഞങ്ങള് പിന്നെ മെല്ലെ പോകുന്നവര് കൊടുങ്ങും. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
നോക്കട്ടെ. താനാണോ തോലാണോ പോണോന്ന് നോക്കിട്ടോ. എടാ വെള്ള കളർ കംപ്ലീറ്റ് പോയി. അതല്ല പൊട്ടാ സംഭവിക്കണത്. അതല്ല ആ പൊടി പൊടിയൊക്കെ പോയി. തേച്ചല്ല അത് പൗഡർ ഡ്രൈനെസ് ആണ്. പൊട്ടാ അത് ലേശം മുഷ്കിലാവും വേദന. ഒന്ന് ഞാൻ പറയട്ടെ പ്ലീസ്. ഇത് അടിപൊളി. ഈ ഇടക്കിടക്ക് ഇത് ചെയ്തുകൊണ്ടി. ഇത് ഇടക്കിടക്കൊന്നും ചെയ്ത് കല്യാണം ആവുമ്പോ ചെയ്യണതാണ്. ബാക്കിയുള്ളതൊക്കെ ടൈം എടുക്കൂല ചെയ്ത